പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. ഇന്ന് ജൂൺ 19 വായനാ ദിനം. കേരളക്കരയെ വായനയുടെ പുതുലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയ പുതുവായിൽ നാരായണപ്പണിക്കർ എന്ന PN പണിക്കരുടെ ഓർമ്മ ദിനമാണ് നാം വായനാ ദിനമായി ആചരിക്കുന്നത്. അക്ഷരങ്ങളുടെയും പുസ്തകങ്ങളുടെയും അത്ഭുത ലോകത്തേക്ക് യാത്ര തുടരേണ്ടതിൻ്റെ ആവശ്യകതയെ ഓർമ്മപ്പെടുത്തുകയാണ് ഇന്നത്തെ ദിനം. വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ദിവസമാണ്. ഒരുപക്ഷെ കേരളത്തിലുള്ള മറ്റു വിദ്യാലയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ചില വൈകാരികമായ തലം കൂടി ഇന്നത്തെ ദിവസത്തിന് ഉണ്ട്. വായനാ ദിനത്തോടനുബന്ധിച്ച് മുൻ വർഷങ്ങളിൽ നമ്മൾ ധാരാളം പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ആദ്യത്തെ ദിവസം തന്നെ പരിപാടികളോട് കൂടിയാണ് നമ്മൾ തുടങ്ങിയത്. ഇത്തവണ അതിൽ നിന്ന് അല്പം വ്യത്യസ്തമാണ്. നമ്മൾ ഏറ്റവും പ്രധാനമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കഥയിലാണ്. നമ്മുടെ ഇന്നത്തെ പരിപാടിയില് കഥാമൃതം എന്ന ഒരു പരിപാടിയുടെ ഒരു പ്രോജക്റ്റിന്റെ ഉദ്ഘാടനം കൂടി നടക്കുകയാണ്. കഥാമൃതം കഥ കേൾക്കാൻ ഇഷ്ടമില്ലാത്തവരും കഥ പറയാൻ ഇഷ്ടമില്ലാത്തവരുമായി ആരും കൂടി ഉണ്ടാവില്ല, ഉറപ്പാണ്. കഥ പറയുന്നതിന്റെ രീതിയും കഥ പറയാൻ എടുക്കുന്ന ശൈലിയും ഒക്കെ വ്യത്യസ്തമായിരിക്കും. കഥകൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോ കഥകള് നമ്മുടെ പഠന പ്രക്രിയയെ ഏതളവിലാണ് സ്വാധീനിക്കുക, അല്ലെങ്കിൽ പഠനത്തിന് പ്രത്യേകിച്ച് ഭാഷാ പഠനത്തിന് കഥകൾക്ക് എത്രത്തോളം സ്വാധീനം ചെലുത്താൻ പറ്റും എന്നുള്ളതിന് വളരെ സൂക്ഷ്മമായ ചില പദ്ധതികളോടുകൂടി സമീപിക്കുകയാണ് ഗവൺമെന്റ് വാർത്താ സ്കൂൾ. തുടർന്നുള്ള ദിവസങ്ങളിൽ ഇതിനോടനുബന്ധിച്ച് നമ്മൾ ധാരാളം പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതിലേക്ക് നമുക്ക് പിന്നീട് എന്താ ഉത്സാഹണ്ടോ. കഥ എന്ന് പറയുമ്പോ തന്നെ നമുക്കത് കേൾക്കാൻ ഭയങ്കര ഒരു താല്പര്യമാണ് അല്ലെ. സാധാരണ ക്ലാസ്സിൽ കുട്ടികൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ കഥ കേൾക്കാന്ന് പറയുമ്പോഴേക്ക് ബുക്കും പേപ്പറും ഒക്കെ മടക്കി വെച്ച് ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ തയ്യാറായിട്ട് നമ്മളത് കേൾക്കാൻ വേണ്ടി നിൽക്കും അല്ലെ. അത്യാവശ്യം പ്രയാസം അനുഭവിക്കുന്ന ഒരു ഫാമിലിയാണ്. കയ്യിൽ കാശൊന്നും ഇല്ല, 3 നേരം ഭക്ഷണം പോലും കൃത്യമായിട്ട് കഴിക്കാനൊന്നും പറ്റുന്നില്ല. എവിടെയും കഥ നടക്കുന്നത്? കേരളത്തിലാണോ തമിഴ്നാട്ടിലാണോ? തമിഴ്നാട്ടിൽ. അതെ. അങ്ങനെ ഈ കുട്ടി എന്ത് ചെയ്യും? ന്യൂസ് പേപ്പർ വിറ്റ് നടക്കും അല്ലെ. സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ ഈ കുട്ടി വളരെ ക്വയറ്റാണ്. നിങ്ങളെ പോലെ ഒരുപാട് സംസാരിക്കൊന്നും ചെയ്യില്ല, അനങ്ങാതെ മിണ്ടാതെ നിൽക്കുന്ന കുട്ടിയായിരുന്നു. പക്ഷെ ഈ കുട്ടിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട്. ഓരോ കാര്യങ്ങളെ കുറിച്ചും കുട്ടി ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കും കേട്ടോ. അങ്ങനെ ഇരിക്കെ നമ്മുടെ സയൻസ് ടീച്ചർ ആരെവിടെയാണ്? ഞാൻ ചിത്രം വരക്കാൻ പോവുകയാണ്. ആരുടെ ചിത്രമാണ് വരേണ്ടതെന്ന് നിങ്ങൾ പറയണം. എന്റെ കഥയിലുള്ള ഒരാളുടെ ചിത്രമാണ്. വരച്ച് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെങ്കിലും പറയാം. ഓക്കെ, ഞാൻ ആദ്യം അയാളുടെ ഒരു ചെവിയാണ് ഞാൻ വരയ്ക്കുന്നത്. ഇത് അയാളുടെ ചെവിയാണ്. അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത്ര ഇല്ല വരക്കാറില്ല. അന്ന് പേര് നോക്കേണ്ടതാ. മാഷ നിന്റെ വരക്കാനല്ല, വരക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ എന്താ കണ്ണൊക്കെയായിട്ട് വീശൊക്കെയായിട്ട് ഇങ്ങനെ ഇരിക്കാം, കുത്തിരിക്കാം. ഈ എലി ശരിയാക്കുള്ളൂ. ഒരു കൈ കൊടുക്കും. അപ്പൊ ഈ എലി ശ്രദ്ധിക്കാൻ ഒരു കുട്ടീന്റെ വീട്ടില് ഈ എലി ഒരു സാധനം മോഷ്ടിച്ചു. ആ കുട്ടി എഴുതുന്ന പെൻസിൽ എന്താണ്? എന്തിനാ മോഷ്ടിച്ചത്? പെൻസിലെ കുറച്ച് വലുതാക്കി വരുന്നുണ്ട്, എന്തെങ്കിലും കാണുള്ളൂ. പെൻസിലെ വരുന്നുണ്ടാ ഈ പെൻസില് എലി. പക്ഷെ എല്ലി ലോബല് നല്ല പോരാടാൻ തയ്യാറുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൈൻഡിന്റെ ഉടമയായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലി ലോബല് ജീവിതത്തോട് തോറ്റു കൊടുക്കാൻ തയ്യാറായില്ല. എല്ലി ലോബല് വീണ്ടും ഹോസ്പിറ്റലുകളിൽ നിന്ന് ഹോസ്പിറ്റലുകളിലേക്ക് സഞ്ചരിച്ചു. ഒരുപാട് പുതിയ പുതിയ ടെസ്റ്റുകളും പുതിയ പുതിയ മരുന്നുകളും ഒക്കെ പരീക്ഷിച്ചു. അങ്ങനെ ജീവിതത്തിൽ ഇങ്ങനെ അസുഖങ്ങളോടും വീൽ ചെയറിലും ബെഡിലൊക്കെ ആയി മുന്നോട്ട് പോയി 15 വർഷങ്ങൾ കഴിഞ്ഞു. എത്ര വർഷങ്ങൾ? അപ്പോ 2011 വർഷം
എല്ലി ലോബലിന്റെ വയസ്സ് 42. അപ്പൊ എല്ലി ലോബലിന് തോന്നി, ഞാൻ 15 വർഷമായില്ലേ ഈ അസുഖത്തോട് പോരാടുന്നത്, ഞാൻ ഇത്രയും മരുന്ന് കഴിച്ചിട്ട് മാറിയില്ലല്ലോ, ഇനിയിപ്പോ എന്റെ ജീവിതം ഇനി മരുന്ന് കഴിച്ചിട്ടൊന്നും മാറാൻ പോകും. ഭാരതത്തിന്റെ അഖണ്ഡതയും സംസ്കാരവും ഉയർത്താൻ വേണ്ട പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കുചേരും.